മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ അഭിനയിച്ച തുടരും എന്ന സിനിമ ഒട്ടും പ്രൊമോഷൻ ഇല്ലാതെ വന്ന സിനിമ തിയേറ്ററിൽ ഒരു കുലുക്കം തന്നെ സൃഷ്ടിച്ചു. ബോക്സ് ഓഫീസിലോ മലയാളം ഇന്ന് കാണുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വിജയം ഉണ്ടാവുകയും ചെയ്തു. എമ്പുരാന് നിർമ്മാണ ചെലവ് വളരെ കൂടുതലായിരുന്നു. തുടരും എന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. സിനിമ ഇങ്ങനെ വിജയിച്ചു നിൽക്കുമ്പോൾ ദൃശ്യം പോലുള്ള ഒരു വലിയൊരു സസ്പെൻസ് ത്രില്ലറാണ്. അങ്ങനെ വരുന്ന സമയത്ത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. അതായത് വിമർശകർ ഉന്നയിച്ച ഒരു പോയിന്റ്, ആ പേഴ്സ് എങ്ങനെ ബെൻസിന്റെ കാറിൽ അല്ലെങ്കിൽ ആ ശവത്തിന്റെ കൂടെ ആ കാറിൽ ആ പേഴ്സ് എങ്ങനെ പെട്ടു എന്നുള്ളത്. അതിന് സംവിധായകൻ തരുൺ മൂർത്തി തന്നെ കൃത്യമായ മറുപടി കൊടുക്കുന്നു. ആ ചായക്കടയിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ടി വിയിൽ ന്യൂസ് വരുന്നുണ്ട്. അത് ആ ന്യൂസിൽ കൃത്യമായി പറയുന്നുണ്ട്, ചാക്കിൽ കെട്ടിയ നിലയിൽ ഒരു ശവം കിട്ടിയിട്ടുണ്ട്. അതിന്റെ യൂണിഫോമിൽ നിന്നുള്ള അന്വേഷണം, യൂണിഫോം ആരുടെയാണ് അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിലെയാണ് എന്ന അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പോലീസ് എന്ന് പറയുന്ന ഭാഗത്ത് കൃത്യമാണ്. ചാക്കിൽ കെട്ടിയ ശവത്തിന്റെ കൂടെ ചാക്കിൽ യൂണിഫോമും അദ്ദേഹത്തിന്റെ അനുബന്ധ സാമഗ്രികളും എല്ലാം തെളിവ് നശിപ്പിക്കാൻ വേണ്ടി പോലീസുകാർ വെച്ചു എന്നുള്ളത് നിസ്സംശയം അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അത് പല ആളുകളും ആ ടി വി ന്യൂസ് കാണുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ല. ഇത് തരുൺ മൂർത്തി ഒരു യൂട്യൂബ് ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു, പിന്നെ ഒരു സിനിമയാവുമ്പോൾ ശവം ചാക്കിൽ കയറ്റുന്നതോടൊപ്പം ഈ യൂണിഫോമും പേഴ്സും എല്ലാം ഇങ്ങനെ ചാക്കിലേക്ക് കുത്തിത്തിരിക്കുന്ന സീനുകളൊന്നും ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ അതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളും എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ശരിയുമാണ്, അല്ലെങ്കിൽ എത്രമാത്രം അറുബോറനായി പോയനെ അത്. രണ്ടാമത്തത്, പേഴ്സ് കാറിലേക്ക് വീഴുന്നത് എങ്ങനെയാണെന്ന് അതിന് കൃത്യമായ ഉത്തരവുണ്ട്. ആ ചാക്ക് കെട്ടെടുക്കുന്ന സമയത്ത് കീറിയ ചാക്കിന്റെ ഭാഗത്തുകൂടെ കാല് ഇങ്ങനെ പുറത്തേക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ചാക്ക് കീറിയതാണെന്നും അതിലൂടെ പേഴ്സ് കാറിന്റെ ഡിക്കിയിലേക്ക് ചാടിയതാണെന്നും നമുക്ക് അനുമാനിക്കാം. യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ. എന്തായാലും തരുൺ മൂർത്തി തന്നെ അതിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു.